പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവന്റെ കാര്യം പറയാതിരിക്കാ നല്ലേ. രാവിലെ ചായയും കുടിച്ച് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഒന്ന് വിളിച്ച് എവിടെയാന്ന് പറയാ, അതുമില്ല. അങ്ങോട്ട് വിളിച്ചപ്പോ ഫോൺ എടുക്കുന്നില്ല. അമലിനെ വിളിച്ചിട്ടാ ഞാൻ അവനോട് കഴിക്കാൻ വരാൻ പറഞ്ഞ്. വരട്ടെ ഇങ്ങോട്ട്. അമ്മ പൊട്ടും പൊടിയും വിടാതെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ശ്യാമ അവിടെ എത്തിയിരുന്നു. ഓടിപ്പിടിച്ചു വരുന്നവനെ കണ്ടപ്പോൾ മൂന്നുപേരൊന്ന് അമ്പരുന്നു. ശ്യാം അതിനിടയിൽ അമ്മയെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. വേണിക്ക് ചിരി വന്നിരുന്നു അവനെ കണ്ടപ്പോ. ശ്യാം ക്ലബിൽ നിന്നിറങ്ങുമ്പോഴാണ് ഹർഷന്റെ ബുള്ളറ്റ് വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിയുന്നവൻ കണ്ടത്. അപ്പൊ തന്നെ ഒരു ഓട്ടം വെച്ച് അവൻ വീട്ടിലേക്ക്. അമ്മേ, ഞാൻ വായി നോക്കാൻ പോയതൊന്നല്ല, ഈ നാട്ടുകാരെ പരിചയപ്പെടാൻ പോയതാ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപകാരപ്പെടാനാ അവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഹർഷൻ അത് മൈൻഡ് ചെയ്യാതെ കൈ കഴുകാൻ ചെന്നു. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് തളപ്പൊടി. ഏട്ടൻ മുമ്പിൽ നിന്ന് പോയതും അവൻ അമ്മയോട് മുറിവുറുത്തു. വേണി ചിരി കടിച്ചു പിടിച്ചു. ഈ നേരം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായിരുന്നു അവന് ഏട്ടന് എത്രത്തോളം പേടിയുണ്ടെന്ന്. ആഹാ, വേണിയുണ്ടായിരുന്നു അവിടെ, നീ എപ്പടി വന്നേ? അവൻ വിഷയം തന്നെ മാറ്റാനെന്ന പോലെ അമ്മയെ കിരികൂട്ടിക്കൊണ്ട് അവളുടെ നേർക്ക് തിരിഞ്ഞു. ഞാൻ കുറെ നേരേടാ അവനോട് പറഞ്ഞുകൊണ്ട് അവൾ രാധിക്ക് നേരെ തിരിഞ്ഞു. ആന്റി, ഞാനെന്നാ പൊക്കോട്ടെ ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം നന്നായി പതുങ്ങിയിരുന്നു. പോവാനോ? വന്നിരുന്നേ, കഴിച്ചിട്ട് പോയാ മതി. രാധിക പറയുന്നതിന്റെ കൂടെ തന്നെ ശ്യാമ അവളെ പിടിച്ച് ഡൈനിങ് ടേബിളിനടുത്തേക്ക് കൊണ്ടുപോയി. ഇരിക്കു പെണ്ണേ. അവളൊരു ചെയറിൽ ഇരുത്തുക കൂടെ ചെയ്തവൻ. അപ്പോഴേക്കും ഹർഷൻ മുഖവും കൈകളും എല്ലാം കഴുകി തുടച്ച് വന്നിരുന്നു. എല്ലാവരും ഇരുന്നപ്പോൾ രാധിക തന്നെ എല്ലാ പ്ലേറ്റിലും വിളമ്പി. നീ എന്നിട്ട് നാട്ടുകാരെല്ലാം പരിചയപ്പെട്ടോ? ശ്യാം ആദ്യത്തുള്ള വായിലേക്ക് വെച്ചപ്പോഴേക്കും ഹർഷന്റെ ചോദ്യം വന്നു. ഉവേട്ട, നല്ല മനുഷ്യന്മാരാ. അവരൊന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. ഹർഷനൊന്ന് മൂള മാത്രം ചെയ്തു. ഹർഷനുള്ളതുകൊണ്ട് വേണി ഒരല്പം സൈലന്റ് ആയിരുന്നു. അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ശ്യാമു രാധികയായിരുന്നു ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ വേണിയും ഹർഷനും. അവർ കഴിച്ച് തീരും മുമ്പ് തന്നെ ഹർഷൻ എണീറ്റു. കഴിച്ച പ്ലേറ്റും ഗ്ലാസ് എടുത്തുകൊണ്ടാണ് അവൻ പോയത്. അതെല്ലാം വേണിയുടെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ തന്നെ ഹർഷൻ വീട്ടിൽ വന്നിറങ്ങിയിരുന്നു. അതിനുശേഷമാണ് വേണി പിന്നെയും ആക്റ്റീവായത്. മൂന്നുപേരുടെയും ചിരിയച്ചകൾ അവിടെ ആകെ കേൾക്കാൻ തുടങ്ങി. വേണി, ടൗണിലെ ലൈബ്രറിയുടെ അവിടെ പുതിയ ടെക്സ്റ്റൈൽസ് വന്നിട്ടുണ്ട്, നല്ല കളക്ഷൻ ഉണ്ടെന്നാണ് കേട്ട്. അവിടെ നാത്തൂനെന്തൊക്കെ ചുരിദാറും സാരിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. മിസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതും അഞ്ജന വേണിയോട് പറഞ്ഞു തുടങ്ങി. ആണോ? വിലയൊക്കെ എങ്ങനെയാണോ? ഞാൻ 2-3 ചുരിദാർ വാങ്ങിക്കണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. വേണി താല്പര്യത്തോടെ ചോദിച്ചപ്പോൾ അഞ്ജന ഉത്സാഹത്തോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. വിലയൊക്കെ കുറവാണെന്ന് നാത്തൂൻ പറഞ്ഞു. എന്നോട് പറഞ്ഞല്ല, എനിക്ക് ആ പെണ്ണ് വാങ്ങിച്ച പോലും കാണിച്ചു തന്നില്ല. അല്ലെങ്കിലും നല്ലൊരു കാര്യം അതൊന്ന് പറയാം. എവിടെ? ഇതിപ്പോൾ അവൾ അവിടെ ഏതൊരു ഫ്രണ്ടിനോട് ഫോൺ വിളിച്ച് പറയുന്നത് കേട്ടതാ. അതൊരു മൂശിയേട്ടയാണല്ലേ? വേണി മുഖം ചൊളി ചോദിച്ചു. ആണെന്നോ? തള്ളയൊക്കെ കടത്തി വിട്ട് മോള്. പിന്നെ എന്നോട് വല്ലാണ്ട് ഭരിക്കാനും വെക്കിട്ട് കയറാനും വന്നാൽ ഞാൻ മിണ്ടാതിരിക്കില്ലെന്നറിയാം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. എന്നാലോ ഉപകാരമുള്ളൊരു കാര്യം പറയൂല. ഇതന്നെ കണ്ടില്ലേ, ഫ്രണ്ടിനോട് പറഞ്ഞാ എന്നോടൊന്ന് പറയോ വാങ്ങിച്ച തുണിന്ന് കാണിച്ചില്ലേ ചെയ്തോ. ആമർഷത്തോടെ അഞ്ജന പറഞ്ഞപ്പോൾ വേണിക്കും ദേഷ്യം വന്നു. എന്നാ പിന്നെ എന്തായാലും നമുക്കവിടെ പോകണം, വേണി ഉറപ്പോടെ പറഞ്ഞു. അത് ഞാൻ അപ്പോഴേ ഉറപ്പിച്ചാ. ഇന്ന് ഈവനിങ് നേരത്തെ ഇറങ്ങാം, ഷോപ്പിംഗ് കഴിഞ്ഞ് നിന്നെ വീട്ടിലാക്കുകയും ചെയ്യാം. രണ്ടാളും അപ്പോൾ തന്നെ പ്ലാൻ ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ഒരു പീരീഡ് മാത്രമാണ് രണ്ടാളും അറ്റൻഡ് ചെയ്തത്. പിന്നെ രണ്ടാളും നേരെ അഞ്ജനയുടെ സ്കൂളിൽ ടൗണിലേക്ക് പോയി. ലൈബ്രറിയുടെ നേരെ ഓപ്പോസിറ്റുള്ള പുതിയ ടെക്സ്റ്റൈൽസിലേക്ക് രണ്ടാളും ആവേശത്തോടെയാണ് കയറി ചെന്ന്. കുറെ നേരം എടുത്ത് ആവശ്യമായ ചുരിദാറും സൽവാർ സെറ്റുകളും എടുത്തു. പിന്നെ വേണി അമ്മയ്ക്ക് വേണ്ടി നല്ല 2 സാരികൾ കൂടെ വാങ്ങിച്ചു. ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒത്തിരി വൈകിയൊന്നുമില്ലായിരുന്നു. വേണി പുറകിൽ കയറിയതും അഞ്ജന സ്കൂട്ടി എടുത്തു. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അഞ്ജന പോലീസ് ചെക്കിംഗ് കണ്ടത്. അവൾ വേഗമൊന്ന് കുറച്ചു. പിന്നെ വേണിയോടായി പറഞ്ഞു, എടാ ചെക്കിംഗ് ഉണ്ടല്ലോ, ഹെൽമെറ്റ് വെച്ചിട്ടില്ല, പ്രശ്നമാവുമല്ലോ. വേണിയൊന്ന് പേടിച്ചു. അവൾ പിന്നിൽ നിന്ന് തലയിരിച്ച് നോക്കി. പോലീസ് വെഹിക്കിളും 3 പോലീസുകാരെയും കണ്ടവൾ പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണിൽ ഹർഷനും പെട്ടു. അഞ്ജന ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, പക്ഷേ വേണി വെച്ചിട്ടില്ല. അവൾ മുടിയിലൊന്ന് തഴുകിക്കൊണ്ട് അഞ്ജനയോട് പറഞ്ഞു, എടാ ആ SIന്റെ നെയ്ബറാണ്, ആളൊരു മുരടനാണെന്നാ കേട്ട്. അപ്പോഴേക്കും മുന്നോട്ട് പോയ വണ്ടിയെ പോലീസ് തടഞ്ഞു കഴിഞ്ഞിരുന്നു. രണ്ടാളും ഒരു പരിങ്ങലോടെ വണ്ടി ഒതുക്കി. ഹെൽമെറ്റോടെ? വണ്ടി തടഞ്ഞ ഓഫീസർ വേണിയെ നോക്കിക്കൊണ്ട് അതായിരുന്നു ആദ്യം തന്നെ ചോദിച്ച്. അഞ്ജന വേണിയെ നോക്കി. പിന്നെ അവൾ തന്നെ പറഞ്ഞു, അത് പിന്നെ സാറേ, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽമെറ്റ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് സാർ. അപ്പോൾ അവൾക്ക് വയ്യാത്തോണ്ടൊന്ന് വീട്ടിലേക്കായി കൊടുക്കാൻ. ആദ്യമൊന്ന് വിറച്ചെങ്കിലും അഞ്ജന നിമിഷ നേരം കൊണ്ട് കഥയുണ്ടാക്കി കഴിഞ്ഞിരുന്നു. വേണിയാകെ കിളിപോയ അവളെ ഒന്ന് നോക്കി. പിന്നെ സാഹചര്യം മനസ്സിലാക്കി വയ്യാത്ത പോലെ മുഖത്തൊരു എക്സ്പ്രഷൻ ഇട്ടു. അങ്ങനെ വല്ല ഉടായ്പുണ്ടാവും, ആ ബുക്കും പേപ്പറും എടുക്ക്. അയാൾ രണ്ടാളെയും വിശ്വാസമില്ലെന്ന മട്ടിൽ പറഞ്ഞു. അയ്യോ അല്ല സാറേ, സത്യം പറയുന്നത്, അവൾക്ക് ഒട്ടും വയ്യ, വയറുവേദനയാ സാറേ. അഞ്ജന പറയുന്നതിനനുസരിച്ച് വേണി വയറിൽ പിടിച്ച് ദയനീയമായി അയാളെ നോക്കി. എന്നാൽ അതിനൊരു മറുപടി നൽകും മുമ്പ് തന്നെ ഹർഷൻ അങ്ങോട്ട് ചെന്നിരുന്നു. വേറെ ഒരാളോട് സംസാരിക്കായിരുന്നവൻ വേണിയെ കണ്ടാണ് ചെന്ന്. എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അവൻ വേണിയെ കണ്ണുകൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു.
ഹർഷൻ വന്നതും അയാൾ കാര്യം പറഞ്ഞു. ഒക്കെ കേട്ട് കഴിഞ്ഞ് അവന് മുന്നിൽ നിൽക്കുന്ന 2 പെൺകുട്ടികളെയും നോക്കി. പിന്നെ അഞ്ജനയോട് ലൈസൻസ് ചോദിച്ചു. അവൾ അപ്പോൾ തന്നെ ലൈസൻസ് എടുത്ത് കൊടുത്തു. എവിടെ പോയി വരിക? അവനത് നോക്കി തിരിച്ചു കൊടുത്തോണ്ട് ചോദിച്ചു. ചെറിയൊരു ഷോപ്പിങ്ങിന് പോയതായിരുന്നു സാർ. അഞ്ജന ഒരു ചിരിയോടെ പറഞ്ഞെങ്കിലും പിന്നെ അവളൊന്ന് പരിങ്ങി. വേണിയുടെ കയ്യിലെ കവറുകൾ കണ്ടാണ് അവനത് ചോദിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ ക്ലാസ്സും കെട്ടി ഇത് 2 ഷോപ്പിങ്ങിന് പോയതാണ്, എന്നിട്ട് വയറുവേദനയാണെന്ന് കള്ളവല്ലേ? അവൻ വേണിയെ കൂർപ്പിച്ച് നോക്കിയിട്ട് ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. വേണിയുടെ നെയ്ബർ കൂടെയാണെന്ന് അറിവുള്ളതുകൊണ്ട് അഞ്ജന ആകെ വെട്ടിലായി. സോറി സാർ, ഫൈൻ അടച്ചോളാം അഞ്ജന പറഞ്ഞപ്പോൾ അവനൊന്ന് മേലെ ചിരിച്ചു. അടുത്തിരിക്കുന്ന ഓഫീസറെ കണ്ണുകാട്ടിയതും അയാൾ അപ്പോൾ തന്നെ ഫൈൻ എഴുതി അടപ്പിച്ചു. എന്തെങ്കിലും പൊക്കോട്ടെ സാർ? ഫൈൻ അടച്ചു കഴിഞ്ഞതും അഞ്ജന ചോദിച്ചു. എന്നാലും 2 കള്ളം പറഞ്ഞല്ലേ, ആ സ്ഥിതിക്ക് ഒരു ചെറിയ പണിഷ്മെന്റ് കൂടിയുണ്ട്. 500 തവണ ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കില്ല എന്ന് എഴുതി എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ വേണ്ട, നാളേക്ക് മതി. അവൻ പറഞ്ഞു നിർത്തിയതും രണ്ടുപേരും ആകെ അന്തം വിട്ട് പരസ്പരം നോക്കി. പണിയിരന്ന് വാങ്ങിയെന്ന് മനസ്സിലായി 2 മുന്നിൽ നിൽക്കുന്നവനെ ദയനീയമായി നോക്കി 2 സർ. അഞ്ജന എന്തോ പറയാൻ വന്നെങ്കിലും അവൻ കൈ ഉയർത്തി തടഞ്ഞു. നോ എക്സ്ക്യൂസ്, 2 ചെല്ല്. പിന്നെ താൻ എഴുതി കഴിഞ്ഞ് വേണിയുടെ കൈ കൊടുത്തയച്ചാൽ മതി. അവൻ പറഞ്ഞുകൊണ്ട് അടുത്തയാളുടെ അടുത്തേക്ക് നടന്നു. വേണിയും അഞ്ജനയും 1-2 നിമിഷം കൂടെ അവിടെ പരിങ്ങി നിന്ന് പിന്നെ വണ്ടിയിൽ കയറി. അവരുടെ വണ്ടി മുന്നോട്ട് പോയതും ഹർഷനും തിരിഞ്ഞു നോക്കി. സാറിനറിയോ പിള്ളേരെ? അടുത്തുനിന്ന് കോൺസ്റ്റബിൾ ചോദിച്ചു. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. എന്ത് ദുഷ്ടനാടി അങ്ങേര്! ഒന്നുമില്ല, നീ അങ്ങയുടെ നെയ്ബറും ബ്രദറിന്റെ ഫ്രണ്ടും അല്ലേ, താനീ കാട്ടുമാക്കാൻ. അഞ്ജന അമർഷം കൊണ്ടപ്പോൾ വേണി മിണ്ടാതിരുന്നു. അവൾക്കും അവനങ്ങനെ ചെയ്ത് ഫീലായിരുന്നു. നീ എന്താടിയൊന്നും മിണ്ടാത്ത്? എടാ, നീ ഒന്ന് സോപ്പിട്ട് നോക്കോ, നിനക്കറിയുന്നല്ലേ? അഞ്ജന പറഞ്ഞപ്പോൾ വേണി ചുണ്ടി വിളിക്കി. ഉവ്, എന്നിട്ട് നീ കണ്ടല്ലേ അയാളുടെ പെരുമാറ്റം? എന്നോട് ഇതുവരെ മിണ്ടിയിട്ട് പോലില്ല ഇതുവരെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അയാളൊരു കലിപ്പം മുരടനാണെന്ന്. അപ്പൊ നമ്മളിനി ഇമ്പോസിഷൻ ചെയ്തണോ? ആ, മിക്കവാറും വേണ്ടി വരും. 500 തവണയോ? എടാ, നീ ആളുടെ അടുത്ത് എണ്ണം കുറയ്ക്കാനെങ്കിലും ചോദിച്ചു നോക്കടി. ആളുടെ അമ്മയൊന്ന് സോപ്പിട്ട് നോക്കടി. ആ, നോക്കാം, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആ ഫൈൻ അടച്ച് പോന്നാ മതിയായിരുന്നു. ആ കള്ളം പറഞ്ഞാൽ പ്രശ്നമായി. ഞാനിപ്പോൾ അത് തന്നെയാടി ചിന്തിക്കുന്നേ. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിച്ചു. അഞ്ജന നിരാശയോടെ പറഞ്ഞു. വേണി വീട്ടിലെത്തുമ്പോൾ രാധികയും ശ്യാമും കൂടെ അവിടെ ഉണ്ടായിരുന്നു. വേണി വിളിച്ചെങ്കിലും വീട്ടിലെത്താൻ ലേറ്റാവുമെന്ന് പറഞ്ഞ് അഞ്ജന വീട്ടിലേക്ക് കയറാൻ കൂട്ടാക്കിയില്ല. എടാ, നീ എല്ലാവരെയും സോപ്പിട്ട് ഇമ്പോസിഷൻ ഒഴിവാക്കാൻ പറ. പറ്റിയില്ലെങ്കിൽ 500 എന്നുള്ളത് ഒന്ന് കുറച്ച് തരാനെങ്കിലും. വണ്ടി തിരിക്കും മുമ്പ് അഞ്ജന അവളെ പറഞ്ഞ് ചട്ടം കെട്ടി. വേണി ഓക്കെ പറഞ്ഞെങ്കിലും അവൾക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആ കാര്യത്തിൽ. അവൾ അഞ്ജന പോകുന്ന നോക്കി ഗേറ്റിൽ തന്നെ കുറച്ചു നേരം നിന്നു. പിന്നെ ഗേറ്റ് അടച്ച് വീട്ടിലേക്ക് കയറി. അടുക്കളയിൽ നിന്ന് ബഹളം കേൾക്കാം. താൻ വന്നത് ആരും അറിഞ്ഞിട്ടില്ല. വേണി ബാഗും ഷോപ്പറെല്ലാം സെറ്റിയിലേക്ക് വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. ശ്യാമും 2 അമ്മമാരും അവിടെ ടേബിളിന് ചുറ്റിരുന്ന് സ്വറ പറയുകയാണ്. കടികളെല്ലാം ഉണ്ടാക്കി അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. അവൾ വലിയ ഉഷാറില്ലാതെ അവരുടെ അടുത്തേക്ക് ചെന്നു. നീ വന്നോ? എന്താണ് ഇന്നൊരു ഉഷാറില്ലാത്തേ? അവളെ കണ്ടു ശ്യാം ചോദിച്ചു. ഡ്രസ്സ് എടുത്തോ? എവിടെയൊക്കെ? അമ്മയും ചോദിച്ചു. ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം അവൾ മുന്നേ തന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു. അതവിടെയുണ്ട്, അവളൊരു അലസതയോടെ പറഞ്ഞു. സന്ധ്യയെ അവൾക്ക് ചായ എടുത്ത് കൊടുത്തേ, ആകെ ക്ഷീണിച്ചല്ലോ. രാധിക അവളുടെ മുഖത്തെ വാട്ടം കണ്ട് പറഞ്ഞതും സന്ധ്യ അവളെ നോക്കി. അവർക്കും തോന്നി അവൾക്ക് ആകെ ഒരു ഉഷാറിൽ നിന്ന്. അവർ വേഗം ചായ എടുക്കാൻ ചെന്നു. അത് ഈ ഷോപ്പിംഗ് കഴിഞ്ഞൊരു ക്ഷീണാവും അല്ലേടി? ശ്യാമെന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ അവനെ കണ്ണുരുട്ടിക്കൊണ്ട് ചേർ നീക്കിയിട്ട് അതിലിരുന്നു. ഇന്നൊരു സംഭവം ഉണ്ടായി, അവളൊരു പരിങ്ങലോടെ പറഞ്ഞപ്പോൾ ചായ എടുക്കായിരുന്ന സന്ധ്യടക്കം എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായി. ഞാനും അഞ്ജനയും ഒരുമിച്ചാ വന്നത്. സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് ആവേണ്ടെന്ന് പറഞ്ഞ് അവൾ എന്നെ ഇവിടെ വരെ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. അതിനിടയിൽ ടൗണിൽ വെച്ച് ഞങ്ങളെ പോലീസ് പിടിച്ചു. എന്നിട്ട് അഞ്ജന എവിടെയെന്ന് ചോദിക്കാനിരുന്ന സന്ധ്യ അവൾ പറഞ്ഞു നിർത്തിയതും ആ ചോദ്യം തന്നെ മറന്നുപോയി. ഏത് പോലീസ്? എന്തിനു പിടിച്ചു? രാധിക അമ്പരപ്പോടെ ചോദിച്ചു. നിങ്ങളുടെ മൂത്തമാൻ തന്നെ ഹെൽമെറ്റ് വെച്ചില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തി പൊരിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞവൾ. 3 പേരും ആകാംക്ഷയോടെ എല്ലാം കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശ്യാം ഒരു പൊട്ടിച്ചിരിയായിരുന്നു. വേണി അവനെ പല്ലടിച്ചുകൊണ്ട് നോക്കി. പിന്നെ മുഖം ചുളുക്കി സങ്കടത്തോടെ അമ്മമാരെയും. രാധികയ്ക്ക് ചിരി വന്നുവെങ്കിലും അവരത് ഒതുക്കി പിടിച്ചു. എന്നാൽ സന്ധ്യക്കൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു ദേഷ്യം വന്നു. നന്നായി, വേണ 2 അത്. ഹെൽമെറ്റ് വെക്കാത്ത പോരാ, കള്ളം പറഞ്ഞിട്ടല്ലേ, 500 പോരാ. അമ്മ ദേഷ്യപ്പെട്ടതും അവൾ അത് ഇഷ്ടപ്പെടാതെ മുഖം വെട്ടിച്ചുകൊണ്ട് രാധികയെ നോക്കി കൊഞ്ചി. പ്ലീസ് ആന്റി, ഒന്ന് പറ, ഈ 500 ഒന്ന് കുറയ്ക്കാൻ. ഇനി അങ്ങനെ ആവർത്തിക്കുകയില്ല, ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കി തായോ. ആ ബെസ്റ്റ് എന്റെ പൊന്നു മോളെ, ഈ കാര്യത്തിൽ അമ്മയ്ക്കെന്നല്ല ഒരാൾക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഏട്ടന്റെ ഡ്യൂട്ടി കയറി ഇടപെട്ടാ അങ്ങേരെ അമ്മയാണോ അനിയനാണെന്ന് നോക്കില്ല, വലിച്ചു കീറും. ചിരിയെല്ലാം ഒതുക്കി ശ്യാം പറഞ്ഞപ്പോൾ രാധിക അത് ശരിവെച്ചു. ആടാ, ജോലിയുടെ കാര്യത്തിലാവും നല്ല സ്ട്രിക്റ്റാ. ആരും അതിലിടപെടുന്ന ഇഷ്ടമല്ല അവന്.
ഇക്കാര്യം പറഞ്ഞു തന്നാലേ നിന്റെ 500 എന്നുള്ള ചിലപ്പോൾ 1000 ആക്കി കളിയാ ചെക്കൻ. രാധിക പറഞ്ഞതും അവൾ ആ പ്രതീക്ഷയെ അവസാനിച്ചെന്ന മട്ടിൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങളിനി അത് മുഴുവൻ എഴുതണല്ലേ? ആ പിന്നെ വേണ്ടേ, ഓരോ കള്ളത്തരം ചെയ്തിട്ടല്ലേ ഇപ്പൊ തന്നെ ചായ കുടിച്ച് കുളിച്ച് എഴുതി തുടങ്ങിക്കോ. അഞ്ജനയെ വിളിച്ച് പറഞ്ഞേക്ക്. പിന്നെ ഇനി എങ്ങാനും ഇതുപോലെ ഓരോന്ന് ഒപ്പിക്കുന്നീ. സന്ധ്യ കണ്ണുരുട്ടിയതും വേണി ചാടിത്തുള്ളി പുറത്തേക്ക് പോയി. ശ്യാമു രാധിക അറിയാതെ ചിരിച്ചു പോയിരുന്നു പിറുപിറുത്തുള്ള ആ പോക്ക് കണ്ട്. ഹർഷൻ ഒരു 8 മണിയോടെ തന്നെ വീട്ടിലെത്തി. എന്റെ ഹർഷ, നീ ആ കുട്ടികൾക്ക് ഇമ്പോസിഷൻ കൊടുത്തോ? അവനകത്തേക്ക് കയറിയതും അവനെ കാത്തിരുന്ന രാധിക ചോദിക്കാനുണ്ടായിരുന്ന അതാണ്. അമ്മയുടെ ചോദ്യം മനസ്സിലാവാതെ അവനൊന്ന് നെറ്റി വിളിച്ചു. പിന്നെ എന്തോർത്ത പോലെ അമ്മയെ നോക്കി. എന്ത്, അവള് കംപ്ലൈന്റ് ആയിട്ട് വന്നോ? അലസമായി ചോദിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് കയറി. കംപ്ലൈന്റ്? എടാ ചെക്ക, ആ ഫൈൻ അടച്ചല്ലേ പിള്ളേര്, പിന്നെ നീ എന്തിനാ അവർക്ക് ഇമ്പോസിഷൻ കൂടെ കൊടുത്ത്? അതവിടെ വൈകുന്നേരം വന്ന മുതൽ എഴുതാൻ തുടങ്ങിയതാ. അവർ കയറുപോടെ അവനെ നോക്കി. ചോദിക്കാമേ, പാവന്റെ വേണി എഴുതി എഴുതി അവിടെ കൈയൊക്കെ വേദനിക്കുന്നുണ്ടെന്ന്. ഏട്ടൻ വന്നുകൊണ്ട് പിന്നാലെത്തിയ ശ്യാംകുട അമ്മയുടെ കൂടെ കൂടി. ഹർഷൻ യൂണിഫോം അഴിച്ചുകൊണ്ട് അവനെയും നോക്കി. പിന്നെ പറഞ്ഞു, ഇവിടെ ടൗണിൽ ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്, നീ നാളെ തന്നെ അവിടെ പോയി ജോയിൻ ചെയ്തോണ്ട്. ഞാൻ അന്വേഷിച്ചിരുന്നു, നല്ല സെന്ററാണെന്നാണ് കേട്ടത്. അമ്മയോ താനോ പറഞ്ഞതിന് മറുപടിയൊന്നും നൽകാതെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞവനെ ശ്യാം കണ്ണുമിഴിച്ച് നോക്കി. അവിടെ ഗൗരവം മാത്രമാണ്. അവൻ പരിഭവത്തോടെ അമ്മയെ നോക്കി. ചിരി ഒതുക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവൻ ചുണ്ടും കണ്ണും കൂർപ്പിച്ച് ശരിയാക്കി തരാമെന്ന പോലെ തലയുമാട്ടി വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഏതു നേരത്താണോ ആ കുരിപ്പിന് വക്കാലത്ത് പറയാൻ ചെന്ന്. തന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ ചെക്കൻ ആത്മഹതിച്ചു. അമ്മ കുട്ടികളെ പോലെ വഷളാവാൻ നടക്കരുത്. ഇതുപോലത്തെ ഓരോ പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവർക്കെല്ലാം കുട്ടികളെയും മാറും. വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അവൻ അമ്മയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവരൊന്ന് പരിങ്ങി. അത് നീ എന്താന്നാ വെച്ചാ ചെയ്യ്. ഒന്ന് പരിങ്ങി കളിച്ച് പറഞ്ഞുകൊണ്ട് അവരും പുറത്തേക്ക് കടന്നു. എന്റെ അച്ഛനാണെന്നാ ചെക്കന്റെ ഭാവം. അമ്മ പിറുവിരുത്തുകൊണ്ട് പോകുന്ന കേട്ടപ്പോൾ ഹർഷന് ശരി വന്നു. അവൻ തലയൊന്ന് വെട്ടിച്ച് കുളിക്കാൻ കയറി. വേണി കൊണ്ടുപിടിച്ച എഴുത്തിലാണ്. ഫോണിൽ കളിച്ചുകൊണ്ട് അമലും തൊട്ടടുത്തുണ്ട്. അമ്മയും അച്ഛനും ലിവിംഗ് റൂമിലാണെന്ന് തോന്നുന്നു. ടിവിയിൽ എന്തോ പ്രോഗ്രാമിന്റെ ശബ്ദം കേൾക്കാം. കാര്യം അറിഞ്ഞപ്പോൾ അമൽ അങ്ങേയറ്റം കളിയാക്കുകയും ചിരിക്കുകയും ചെയ്തപ്പോൾ ഷാജി ചെറിയ രീതിയിൽ വഴക്ക് തന്നെ പറഞ്ഞിരുന്ന അവളെ. ആ ഒരു പിണക്കം കൂടിയുണ്ട് വേണിയുടെ മുഖത്ത്. മൊബൈൽ റിങ് ചെയ്തും അവൾ എടുത്തു നോക്കി. ശ്യാമാണ്. അവൾ പെട്ടെന്ന് തന്നെ കോൾ എടുത്തു. വേണി പിന്നെ ഈ അഞ്ജന പറഞ്ഞ പ്രകാരം അവനോട് കെഞ്ചിയിരുന്നു. ഏട്ടനോട് തനിക്ക് വേണ്ടിയൊന്ന് സംസാരിക്കാൻ. ടാ എന്തായി? ഫോൺ എടുത്ത് അവൾ ചോദിച്ചു. എടി കുരിപ്പേ, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കും കിട്ടി. അവൻ ആ ഏട്ടൻ കോച്ചിങ്ങിന് പോകാൻ പറഞ്ഞു. അത് കേട്ടതും വേണി നാക്കടിച്ചു. എടാ സാരില്ലടാ, പഠിക്കാനില്ലെന്ന് സമാധാനിക്കാൻ വെക്കടി ഫോൺ. അവൻ ആട്ടിക്കൊണ്ട് ഫോൺ വെച്ചു. വേണി ഫോണിലേക്ക് നോക്കി. ഒരു ദീർഘനിശ്വാസത്തോടെ ചെയറിലേക്ക് ചാരിയിരുന്നു. ശ്യാമേണ്ണും മണി കിട്ടിയല്ലേ? അമൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ ഇളിയോടെ അവനെ നോക്കി. ചെക്കനെ കോച്ചിങ്ങിന് ചേർത്തത്രേ. അമലിനൊപ്പം വേണിയും ചിരിച്ചുപോയി. പാതിരാത്രി എപ്പോഴാണ് വേണി ഇമ്പോസിഷൻ എഴുതി കംപ്ലീറ്റ് ചെയ്ത്. ഉറക്കം തൂങ്ങിയും ഇടക്കറിയാതെ ഉറങ്ങിയെല്ലാമാണ് അവളത് പൂർത്തിയാക്കിയത്. ഒരു നെടുവീർപ്പോടെ അവൾ എഴുതിയ പേപ്പറെല്ലാം ഒതുക്കിയെടുത്ത് വെച്ചു. പിന്നെ ബെഡിലേക്ക് ഒരു വീഴ്ചയായിരുന്നു. പിന്നെ കണ്ണു തുറന്ന് അമ്മ ചുമലിൽ തട്ടി വിളിക്കുമ്പോഴാണ്, വേണി എഴുന്നേക്കാൻ നോക്ക്, സമയം 8 ആയിട്ടോ, പോണില്ലേ നീ? വേണി! ശക്തിയിൽ ദേഹം കുലുക്കി വിളിച്ചപ്പോൾ അവളൊന്ന് മൂളിക്കൊണ്ട് കണ്ണു തുറന്നു. ഞാൻ പോണില്ല അമ്മ, എനിക്ക് ഉറങ്ങണം. എങ്ങനെയോ ഉറക്കിപ്പിച്ചിൽ പറഞ്ഞുകൊണ്ട് പിന്നെയും ചുരുണ്ട് കിടന്നവൾ. സന്ധ്യ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ നോക്കി. പിന്നെ പുതച്ചു കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. ചേച്ചി പോണില്ലേ? എണീറ്റോ? അടുക്കളയിലേക്ക് ചെന്നോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ ചോദിച്ചു. എവിടെ എണീക്കാൻ, പോണില്ല എന്ന് പറഞ്ഞ് പിന്നെ ഉറങ്ങുന്നുണ്ട്. ഇന്നലെ എപ്പോഴാ ഉറങ്ങിയെന്ന് ആർക്കറിയാം. സന്ധ്യ അടുത്തേക്ക് ഇരുന്നോണ്ട് പറഞ്ഞു. പാവം ചേച്ചി, ദേ അങ്ങേര് ശരിക്കൊരു മൂശയുടെ തന്നെയാ. കിട്ടിയ അവസരത്തിൽ അമൽ ഹർഷനെന്ന് കുത്തി പറഞ്ഞു. അമ്മക്ക് വലിയ കാര്യമാണല്ലോ ഹർഷനെയും ശ്യാമിനെയും. എത്രയൊക്കെ പറഞ്ഞാലും അതിന്റെ കുശുമ്പ് അമലിന് വേണ്ടുവോളുണ്ട്. അതുമാത്രമല്ല, ഇത്രയും കാലം സൗകര്യപൂർവ്വം വായി നോക്കിയാണെന്ന നാട്ടിലെ പെൺകുട്ടികൾക്കൊന്നും ഇപ്പൊ അവനെ വേണ്ട. ഹർഷനും ശ്യാമുമാണ് അവരുടെ ആരാധനാപാത്രങ്ങൾ. ഇക്കാരണം കൊണ്ട് അമലിന് മാത്രമല്ല, ക്ലബിൽ പലർക്കും അവരോട് അല്പം നീരസമുണ്ട് എന്നുള്ളതാണ് സത്യം. അമ്മ, ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചോളാം അമ്മ. അമ്മ ഏട്ടനോടൊന്ന് പറയും. കോച്ചിങ്ങിന് പോയാൽ സ്ട്രെസ്സാവും അമ്മ. അതുമല്ല, ഞാൻ പോയ അമ്മ വീട്ടിൽ ഒറ്റക്കാവൂട്ടോ. സന്ധ്യാന്റെ അംഗനവാടി വിട്ടുവരും വരെ അമ്മച്ചി ബോറടിച്ചിരിക്കേണ്ടി വരും. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മുതൽ ശ്യാം രാധികയുടെ പുറകിൽ നടക്കുകയാണ്. ഏട്ടനെ സോപ്പിട്ട് എങ്ങനെയും അവന് കോച്ചിങ് പോക്കും മുടക്കണം. അതിന് കെഞ്ചലും കരയിലും പതപ്പിക്കലും ഭീഷണി എല്ലാം നമ്പർ ഇറക്കുന്നുണ്ട് അവൻ. എവിടെ അമ്മയ്ക്കുണ്ടോ വല്ല കുലുക്കും? കൊല്ലങ്ങളായിട്ട് കണ്ടുവരുന്ന അവന്റെ അടവുകളെല്ലാം കണ്ടു മടുത്തിട്ടുണ്ട് അവർക്ക്. ദേ വാവേ, നീ പോയടാ ചെക്ക, നിനക്ക് പറ്റില്ലെങ്കിൽ ഏട്ടനോട് നേരിട്ട് അങ്ങ് പറ. അതിന്റെ ഇടയിൽ എന്നെ പിടിച്ചിരുന്ന എന്തിനാ? ഇന്നലെ ഒരുത്തിയുടെ വാക്കും കേട്ട് പോയിട്ട് തന്നെ അവന്റെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. എനിക്ക് വയ്യനി ഇതുപോലെ ഒരു കുനിഷ്ട് തലയിലേൽക്കാൻ. പിന്നാലെ നടന്ന് വെറുപ്പിക്കുന്നതിനോട് രാധിക ഒച്ചയിട്ടു.
ഓഹോ, അപ്പൊ നിങ്ങൾക്ക് പറ്റിയില്ലല്ലേ? ശരി, ആയിക്കോട്ടെ. അല്ലെങ്കിലും പണ്ടേ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കില്ലല്ലോ. എന്നാലും അവൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പകുതിയെങ്കിലും എനിക്ക് വേണ്ടി കൂടി സംസാരിക്കായിരുന്നു അമ്മയ്ക്ക്. നോയിക്കാത്തള്ള, നിങ്ങളിവിടെ ബോറടിച്ച പണ്ടാറടങ്ങും. ആദ്യം ഇമോഷണലായി പറഞ്ഞു തുടങ്ങിയവൻ അവസാനം പ്രാഗി പറഞ്ഞവും രാധിക ചപ്പാത്തി കോലും കൊണ്ട് അവന് നേരെ തിരിഞ്ഞു. ശ്യാം അപ്പോൾ തന്നെ ഒരു ഓട്ടമോടി റൂമിലേക്ക്. വെച്ചിട്ടുണ്ടാ നിനക്ക്? പുറകെ ഓടാതെ ആറ് വിളിച്ചു പറഞ്ഞു. ഹർഷൻ കുളിച്ച് യൂണിഫോം ധരിച്ച് റെഡിയായി ചെന്നപ്പോൾ രാധിക ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്ക് എടുത്തു വെച്ചു. അവൻ തിടുക്കത്തിൽ തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ചപ്പാത്തിയും കുറച്ച് വെജിറ്റബിൾ കുറുമയും പകർത്തി. അമ്മ ഒരു ഗ്ലാസ്സിൽ ചായ ആറ്റിക്കൊണ്ട് അവനടുത്തേക്ക് വെച്ചു. പിന്നെ ചെയറിലേക്ക് ഇരുന്നു. ഹർഷ, അത് പിന്നെ വാവേ ഇപ്പൊ തന്നെ കോച്ചിങ്ങിനെ ചേർക്കണോടാ. ചെക്കനൊരു ഇഷ്ടവും അവൻ പറയുന്നതേ അവിടേക്ക് ചെന്ന് പഠിച്ചാൽ സ്ട്രെസ്സാവുന്ന. വീട്ടിലിരുന്ന് പഠിക്കണ്ടല്ലോ അവൻ. ഇനിയിപ്പോ ചേർക്കണേ തന്നെ കുറച്ച് കഴിഞ്ഞ് ചേർത്താ പോരെ? രാധിക നയത്തിൽ കാര്യം പറഞ്ഞു തുടങ്ങിയതും ഹർഷനിടയിൽ കയറി. അമ്മയ്ക്ക് ഇതെന്താ വന്ന് അവൻ്റെ അത്രയും ബോധമല്ലേ? അതല്ലടാ ചെക്ക, അവൻ ഇവിടെ ഇരുന്ന് പഠിക്കണ്ടല്ലോ. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടാം. നിങ്ങൾ രണ്ടും കൂടി അങ്ങ് പോയാ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ ഇവിടെ? അവന്റെ പഠിത്തത്തിന്റെ കാര്യക്ക് എനിക്ക് നന്നായിട്ട് അറിയുന്ന. ആ റൂമിൽ കയറിയുന്ന ഫോണിൽ കളിച്ചിരിക്കും. പഠിക്കാനെന്നൊരു പേരും ആർക്കും അറിയില്ലല്ലോ. കുളിച്ചൊരുങ്ങി കഴിക്കാൻ വരികയായിരുന്ന ശ്യാം അമ്മ ഏട്ടനോട് സംസാരിക്കുന്നുണ്ട് ഡോറിനടുത്ത് തന്നെ പതുങ്ങിയതാണ്. തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തനിക്ക് വേണ്ടി സംസാരിക്കുന്ന അമ്മയെ അവൻ നന്ദിയോടെ നോക്കി. എന്നാൽ ഏട്ടന്റെ മറുപടി കേട്ടതും അവനൊന്ന് ഞെട്ടുകയും പരിങ്ങുകയും ചെയ്തു. ആർക്കും അറിയില്ലെന്ന് കരുതിയ കാര്യമല്ലേ ഏട്ടൻ ഈ പറയുന്നത്? ഇതെല്ലാം എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ഏട്ടൻ കണ്ടുപിടിച്ചു? അവൻ ചിന്തിച്ചു പോയി. പിന്നെ അമ്മക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സോ ചെയ്യാം, ഞാൻ അന്വേഷിക്കാം. എന്തേ? ഹർഷം പറയുന്ന കേട്ട് രാധിക മാത്രമല്ല ശ്യാമും കണ്ണുപിടിച്ചു. വലിയ സഹായമൊന്നും വേണ്ട. എടാ ശ്യാമേ, വന്ന് വല്ലതും കഴിക്കാൻ നോക്കടാ. ഹർഷയെ നോക്കി ഞൊടിഞ്ഞുകൊണ്ട് അവർ ശ്യാമിനെ ഉറക്കെ വിളിച്ചു. ദാ വരുന്നു അമ്മേ. ശ്യാം അപ്പോൾ തന്നെ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങോട്ടേക്ക് ചെന്നു. അവനിരുന്നു. അവർ പ്ലേറ്റ് നീക്കി വെച്ച് ചപ്പാത്തിയിട്ടുണ്ട് പറഞ്ഞു. കഴിച്ചിട്ട് വേഗം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലാൻ നോക്ക്. പഠിച്ചൊരു ജോലി വാങ്ങിയാൽ നിനക്ക് കൊള്ളാം. അവനോട് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്ക് നടന്നു. ഇനി എന്നെ പഠിപ്പിക്കാഞ്ഞിട്ടും പണിയെടുപ്പിക്കാഞ്ഞിട്ടുവാ, ശ്യാമിനോട് ഗൗരവത്തിൽ പറഞ്ഞു. പിന്നെ ഞൊടിഞ്ഞുകൊണ്ടുള്ള പോക്കും ശ്യാമിനും ഹർഷനും ചിരിവിട്ടിയിരുന്നു. വേഗം കഴിച്ചു വന്നാലേ ഞാൻ കൊണ്ടുവിടാ നിന്നെ. അടക്കി ചിരിക്കുന്നവൻ നോക്കി ഹർഷം പറഞ്ഞതും അവൻ ചിരി നിർത്തി ദയനീയമായി തലയാട്ടി. വേണി എണീറ്റ്, മതി ഉറങ്ങിയത്. ഞാൻ പോവാ, എണീറ്റ് വന്നേ നീ. അവളുടെ റൂമിലേക്ക് വന്ന് സന്ധ്യ വിളിച്ചതും ഉണർന്നിടുന്ന അവൾ മടിയോടെ എണീറ്റു. അമ്മക്ക് പോവാനായോ അമ്മേ? ഈശ്വര, രാവിലെ തന്നെ നേരെ വെളുത്തോ? അവൾ ഫോൺ തിരഞ്ഞോണ്ട് ചോദിച്ചു. പിന്നെ ഇല്ല, സമയം എത്രയായെന്ന വിചാരം. പല്ലി വെച്ചെന്തെങ്കിലും കഴിക്കാൻ നോക്ക്. സാരിയുടെ പ്ലേറ്റ് ശരിയായിക്കൊണ്ട് അവർ പറഞ്ഞു. അവളൊന്ന് മൂളി. നീ എഴുതി കഴിഞ്ഞ ഇമ്പോസിഷൻ ഇന്നലെ എപ്പോഴാ കിടന്നേ? അത് കഴിഞ്ഞു. സമയം നോക്കിയില്ല. നട്ടപ്പാതിരിയായിട്ടുണ്ട് എന്തായാലും. എന്നാ പിന്നെ ആ ചെക്കൻ വരുമ്പോ അതങ്ങ് കൊടുത്തോണ്ടു, ഞാൻ ഇറങ്ങാം. സന്ധ്യ ഹാൻഡ് ബാഗും എടുത്തിറങ്ങിയതും വേണിയും പിന്നാലെ ചെന്നു. ചെരുപ്പിട്ട് അവളെ നോക്കി തലയാട്ടിക്കൊണ്ട് പോകുന്നവരെ നോക്കി അവൾ അവിടെ നിന്നു. കുളിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ടു ഫോൺ റിങ് ചെയ്യുന്നു. വേണി തല തോർത്തിക്കൊണ്ട് ചെന്ന് അതെടുത്തു. അഞ്ജനയാണ്. അവൾ അറ്റൻഡ് ചെയ്ത് ലൗഡ് സ്പീക്കർ ഇട്ടുകൊണ്ട് ഫോൺ ബെഡിലേക്ക് ഇട്ടു. എടി കുരിപ്പേ, നീ ലീവാണോ? ദേഷ്യത്തുള്ള ചോദ്യം കേട്ടപ്പോൾ വേണി അബദ്ധം പറ്റിയ പോലെ നാവ് കടിച്ചു. സോറി മുത്തേ, ഉറങ്ങിപ്പോയടി. ആ ഇമ്പോസിഷൻ മുഴുവൻ ഇരുന്ന് എഴുതി കഴിഞ്ഞപ്പോ രാവിലെ ആവാനായിരുന്നടി. ഞാൻ ഇപ്പോഴാടി എണീക്കുന്നേ. അല്ല, നീ എഴുതിയോ? നീ ക്ലാസ്സിലാണോ? വേണി ഒറ്റ ശ്വാസത്തിൽ പറച്ചിലും ചോദ്യവും കഴിഞ്ഞു. ഞാൻ ക്യാൻറ്റീനില്ല, നീ ഇല്ലായിട്ടൊരു സുഖമില്ല. ദാ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടിരിക്കുക. 300 കാര്യം കേട്ടതും അവൾ കൂളായിരുന്നു. പിന്നെ രണ്ടാളും ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആ കോള് തുടർന്നു. ശരി, നീ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വാ. ഓക്കെടാ. വേണി കോള് കെട്ടായതും റൂമിൽ നിന്ന് ഇറങ്ങി. നിരഞ്ജന ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണി ഒരു മൂളിപ്പാട്ടോടെ അടുക്കളയിലേക്ക് ചെന്ന് അടച്ചുവെച്ച പാത്രങ്ങൾ തുറന്നു നോക്കി. ദോശയും സാമ്പാറും തന്നെ. അവൾ പ്ലേറ്റിലേക്ക് കുറച്ചെടുത്ത് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും പാത്രമെല്ലാം കഴുകി ഒതുക്കി വെച്ച് റൂമിൽ ചെന്ന് ഫോണും എടുത്ത് ഇറങ്ങി. വീട് പൂട്ടി ചെരുപ്പ് വിട്ട് കയറ്റുമടിച്ച് റോഡ് മുറിച്ച് കിടന്നു. ആ വീടിന്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ അവനോടൊരു 100 ദേഷ്യം തോന്നിയിരുന്ന അവൾക്ക്. വേണി പിന്നാമ്പുറം വഴി അടുക്കളയിലേക്ക് കയറുമ്പോൾ രാധിക ഒരു മൂളിപ്പാട്ടോടെ മുരിങ്ങയില വൃത്തിയാക്കുകയാണ്. ഹലോ. അവളകത്തേക്ക് ചെന്നും അവർ ചിരിച്ചു. വാ വാ, ക്ലാസ്സിൽ പോയില്ലേ ഇന്ന്? കൊള്ളാം. നിങ്ങളുടെ മൂത്തപുത്രൻ നൽകിയ ഇമ്പോസിഷൻ എഴുതി എപ്പോഴാ ഉറങ്ങിയെന്നറിയോ? പുലർച്ചെ എങ്ങാണ്ടാ. സത്യം പറ, അങ്ങനെ എന്തിനായിരുന്നു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത്? വേണി ചൊടിയോടെ ചോദിച്ചു. അവളുടെ ചോദ്യവും പറച്ചിലും മുഖത്ത് വിരിഞ്ഞ ആ ഭാവമെല്ലാം കണ്ടപ്പോൾ രാധിക ചിരിച്ചുപോയി. ചിരിച്ചോ, ഞാൻ കരുതിയ ആന്റിക്കനോട് ഇത്തിരി സ്നേഹം ഉണ്ടാവുന്ന. മോനോട് പറഞ്ഞ ഇമ്പോസിഷൻ ഒന്നും ഒഴിവാക്കി തന്നില്ലല്ലോ. എന്റെ കൊച്ചേ, ഞാൻ ഇന്നലെ അവൻ്റെ അടുത്ത് ചെന്നതായി കാര്യവും പറഞ്ഞ് അവൻ എന്നെ തിന്നില്ലാന്നേ ഉള്ളൂ. സാരല്ല, അതൊക്കെ വിട്. എഴുതി കഴിഞ്ഞില്ലേ, ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അവർ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൾ അവരിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് പതിയെ മൂളി.
ഇതെവിടുന്നാ മുരിങ്ങയില കറി വെക്കാനാണോ? അവളൊരില്ലി കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. ദേ പറമ്പിന്റെ അറ്റത്ത് ചെറിയൊരു മരം ഉണ്ടല്ലോ, ഇത്തിരി പൊട്ടിച്ചെടുത്തു താളിച്ചു വെക്കാനാ. രണ്ടുപേരും ഓരോ വർത്തമാനവുമായി ഇല നുള്ളിയെടുത്തു. ഉച്ചക്ക് അഞ്ജന വന്നു വേണി രാധിക അവളെ പരിചയപ്പെടുത്തി. അഞ്ജനും വലിയ അടുപ്പത്തോടെ സങ്കടം പറഞ്ഞപ്പോൾ അവരവളെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പിന്നെ വേണി അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഓ തങ്കം പോലൊരമ്മ, കണ്ടാ പറയോ അങ്ങയുടെ അമ്മയാണെന്ന്? അഞ്ജന വേണിയുടെ ബെഡിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു. സത്യം പറയാലോ, ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇത്. ശ്യാമും ആന്റിയും പക്ക ഒരുപോലെ കാണാനും സ്വഭാവം. പക്ഷെ ഇങ്ങേർക്ക് ഇവിടെ രണ്ടടിയും ഒന്നും കിട്ടിയിട്ടില്ല. ഏത് നേരവും മോനെ വീർപ്പിച്ച മസിലും പിടിച്ച്. വേണി അവളുടെ അടുത്തേക്ക് കിടന്നു. അയാള് ചിലപ്പോൾ ഡാഡിയെ പോലെയാവും. ആ പിന്നില്ലേ, ഒരു കാര്യം പറയാനുണ്ട് മോളെ. അഞ്ജന അവളെ നോക്കി ഒരു കള്ളച്ചിരി ഇരിച്ചു. എന്താടി എന്താ? അവളുടെ കളിയാക്കിക്കൊണ്ടുള്ള ചിരിയും നോട്ടം കണ്ടപ്പോൾ വേണി ഒരു സംശയത്തോടെ എന്നാൽ ആകാംക്ഷയോടെ ചോദിച്ചു. ചിലരൊക്കെ കാണാഞ്ഞിട്ട് ചിലർക്കൊക്കെ ആകെ വിമ്മിഷ്ടം. അഞ്ജന കണ്ണൊക്കെ വിടർത്തി ഭാവാഭിനയങ്ങളോടെ പറഞ്ഞപ്പോൾ വേണിക്ക് ദേഷ്യം വന്നു. ദേ പെണ്ണെ, കൊച്ചാ പറയുന്നുണ്ട് നീ. ജീവനിന്ന് ആകെ ജീവനില്ലാത്ത പോലെ ആയിരുന്നു, ഒരു ഉഷാറില്ലാതെ. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എഴുതുമ്പോൾ വന്ന് ചോദിക്കുക, വേണി എന്താ ആബ്സെന്റാ, അവൾക്ക് എന്തു പറ്റിയെന്നൊക്കെ. വേണി തലയിൽ കൈവച്ചു അറിയാതെ. എടാ അവൻ പണിയാവോ? അവളൊരു ടെൻഷനോടെ അഞ്ജനയെ നോക്കി. എന്ത് പണി? നല്ല ചെക്കനല്ലേ, എനിക്കിഷ്ടായി, നിനക്ക് ചേരും. ചെക്കൻ സീരിയസ് ആണെങ്കിൽ നീ ഒന്ന് നോക്കടി. അഞ്ജന അങ്ങനെ പറഞ്ഞെങ്കിലും വേണിക്ക് അവന്റെ ഇഷ്ടം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന പോലെ ഇനിയൊരു പ്രണയമോ മറ്റെന്തായാലും അവൾ മാനസികമായി അതിനൊരുക്കമല്ലായിരുന്നു. മതി ചിന്തിച്ച് ഇപ്പോഴും ആലോചിച്ച് പോക്കുന്ന വേണ്ട ഈ തല. ഒരു ചെറിയ സംശയമല്ലേ, ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അവൻ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് മറുപടി കൊടുക്കാം. വാ ഇപ്പൊ നമുക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം, ഇന്നലെ ഉറങ്ങിയില്ലല്ലോ. ചിന്തകളിൽ വ്യാപൃതയായ അവളെ അഞ്ജന കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണി ഒരു ചിരിയോടെ അവളോട് ചേർന്ന് കണ്ണുകൾ അടച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.